എല്ലാവർക്കും നമസ്കാരം. ഞാൻ റമീസ് അലി. നമ്മൾ പാലക്കാട് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 5 സൈറ്റ് ഇന്ന് വിസിറ്റ് ചെയ്യാനുണ്ട്. അതിൽ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൗസ് വാമിംഗ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് അവിടെ പോകണം. അത് കഴിഞ്ഞിട്ടൊരു 4 സൈറ്റ് വിസിറ്റ് ചെയ്യാനുണ്ട്. അതിൽ ഒരെണ്ണം കോയമ്പത്തൂരാണ്. അപ്പോൾ നമ്മുടെ ജേണി നമ്മൾ എൻഡ് ചെയ്യാൻ പോകുന്നത് കോയമ്പത്തൂരിലാണ്. അവിടുത്തെ സൈറ്റാണ് നമ്മൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഓരോ സൈറ്റുകൾ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യുന്നത് ഞാൻ ഇന്നിപ്പോൾ ഒന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നമ്മളെ വർക്ക്സ് ഒക്കെ കാണാൻ പറ്റും, എവിടെയൊക്കെയാണ് നമ്മളെ വർക്ക്സ് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ശ്രീകൃഷ്ണപുരത്ത് നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ ചടങ്ങ് അറ്റൻഡ് ചെയ്തു. ക്ലയന്റ് ഹാപ്പിയാണ്, അതാണ് നമ്മുടെ സന്തോഷം. ആ പ്രൊജക്ട് 1400 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 BHK വീടാണ്. 1400 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ ടോട്ടൽ ഏരിയ. പക്ഷെ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്പേസ് പ്ലാനിങ്ങിലൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണത്. ഇനി നമുക്ക് പോകാനുള്ളത് പറളിയിലാണ്. പറളിയിൽ നമ്മുടെ ഒരു പ്രോജക്റ്റ് നടക്കുന്നത് നന്ദകുമാർ റെസിഡൻസ്. അവിടെ ഫൗണ്ടേഷന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ പറളിയിലുള്ള സൈറ്റ്. പാലക്കാട് പറളിയിലാണ് ഈ സൈറ്റ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഫൗണ്ടേഷന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കോളം ഫൂട്ടിങ് ആണ് ഫൗണ്ടേഷനായിട്ട് കൊടുക്കുന്നത്. കാരണം വേറൊന്നുമല്ല, സോയിൽ കണ്ടീഷൻ ശരിക്കും ഹാർഡായിരുന്നു. പക്ഷെ നമ്മൾ റോഡ് ലെവലിനെ അപേക്ഷിച്ചിട്ട് ഗ്രൗണ്ട് ലെവലിൽ നല്ല താഴെയായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ലെവൽ ഉയർത്തി കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് തന്നെ കോളം ഫൂട്ടിംഗ് ആണ് നമ്മൾ ഫൗണ്ടേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 4 BHK വീടാണ്. അങ്ങനെ പറളിയിലെ സൈറ്റ് കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ പാലക്കാട് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് 2 സൈറ്റ് വിസിറ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു പ്രൊജക്ട് 2100 സ്ക്വയർ ഫീറ്റ് ആണ്. നമ്മളിപ്പോൾ കണ്ട സൈറ്റിലുള്ള വീട് 2100 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 4 BHK വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ്, ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ്, എല്ലാ ബെഡ്റൂംസ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണത്. അപ്പൊ ഇനി ഞാൻ ഈ സൈറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പ്രൊജക്ട് അപ്ഡേറ്റ് വീഡിയോ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ പ്രൊജക്ട് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാൻ എനിക്ക് പറ്റിയില്ല. കാരണം അവിടെ പന്തലൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണത്. എല്ലാം കണ്ടിരിക്കേണ്ട ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. പിന്നീട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഫുള്ളായിട്ടൊരു ഹോം ടൂർ ആയിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സൈറ്റ് പാലക്കാട് മണപ്പുള്ളിക്കാവിലാണ്. കുറച്ച് വലിയ പ്രൊജക്റ്റാണ്. 2600 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ ഏരിയ വരുന്നുണ്ട്. ഒരു 4 BHK വീടാണ്. എല്ലാ ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ഒക്കെ ആയിട്ടുള്ള ഒരു 4 BHK വീടാണിത്. കണ്ടംപററി സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മോഡേൺ കണ്ടംപററി തീമിൽ കംപ്ലീറ്റ് ഇൻറ്റീരിയേഴ്സ് അടക്കം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. ഇതാണ് നമ്മുടെ മണപ്പുള്ളിക്കാവിലെ സൈറ്റ്. ഇവിടെ ഫൗണ്ടേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഫൗണ്ടേഷൻ കോളം ഫൂട്ടിംഗ് ആണ്. കോളം ഫൂട്ടിംഗ് ഇവിടെ കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് സോയിൽ കണ്ടീഷൻ വളരെ വീക്കായിരുന്നു. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ നമ്മൾക്ക് റെക്കമെൻഡേഷൻ തന്നു കോളം ഫൂട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫൂട്ടിംഗ് കഴിഞ്ഞ് കോളംസ് ചെയ്തു. അതിനുശേഷം പ്ലിന്ത് ബീംസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. ക്യാപ്പിലറി ആക്ഷനൊക്കെ ഒഴിവാക്കാനായിട്ട് ഡാം പ്രൂഫ് കോഴ്സ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ബ്ലാക്ക് കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്രൗണ്ട് മണ്ണ് ഫില്ല് ചെയ്തൊക്കെ ഒന്ന് കോമ്പാക്ട് ചെയ്ത് വെള്ളം നനച്ച് കോമ്പാക്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മേസണറി വർക്ക് തുടങ്ങാൻ പറ്റും.
നമ്മൾ സൈറ്റ് ആക്സസ് ചെയ്യാനുള്ള റോഡ് വരുന്നത് ഇതിലൂടെയാണ്. റോഡ് ടാർ ചെയ്തിട്ടില്ല, പക്ഷേ നിയർ ഫ്യൂച്ചറിൽ തന്നെ ടാർ ചെയ്യുമെന്നാണ് അറിഞ്ഞത്. കാരണം കൂടുതൽ വീടുകളൊക്കെ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടാർ ചെയ്യുമായിരിക്കും. പിന്നെ സറൗണ്ടിങ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നെയ്ബറിൻ്റെ വീടുണ്ട്, അവിടെ ഒരു നെയ്ബറിൻ്റെ വീടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നെയ്ബേഴ്സിൻ്റെ വീടുകളൊക്കെ അടുത്ത് തന്നെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടെ ഒരു കിണർ ഉണ്ട്. പിന്നെ നമ്മളെ വീട്ടിലേക്ക് നമ്മളൊരു കാർ പോർച്ച് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ ആയിട്ടാണ്. നമ്മളെ മെയിൻ ഗേറ്റ് വരാൻ പോകുന്നത് ഇവിടെയാണ്. അവിടെ ഒരു പെഡസ്ട്രിയൻ ഗേറ്റ് ഉണ്ട്, മെയിൻ ഗേറ്റ് ഇവിടെയാണ് വരാൻ പോകുന്നത്. ഇത് കാർ പോർച്ചാണ്. പിന്നെ ഇതിൻ്റെ പ്ലാനിങ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം, കംപ്ലീറ്റ്ലി ഇത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ. അത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. ഇത് കാണുന്ന പോലെ ഇങ്ങനെ ഇതല്ല, ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സൈഡ് വേറെ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്ഡേറ്റ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സൈറ്റ്. നമുക്കിനി അടുത്ത സൈറ്റ് ഇവിടെ അടുത്ത് തന്നെയാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സൈറ്റ് പാലക്കാട് ടൗണിൽ കാലിക്കറ്റ് കോയമ്പത്തൂർ ബൈപ്പാസിന് അടുത്തുള്ള ഒരു സൈറ്റാണ്. 1350 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു 3 BHK വീടാണ്. ഈ സൈറ്റിൽ പോയതിന് ശേഷം വേണം നമുക്ക് കോയമ്പത്തൂർ പോകുന്ന വഴിക്ക് വേറെ സൈറ്റിലൂടെ കയറാനുണ്ട്. അപ്പോൾ കോയമ്പത്തൂരാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അവിടെ ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്, അപ്പോൾ അവിടെ എത്തണം. ഈ ഒരു പ്രൊജക്റ്റും അതിനുശേഷം ഒരു പോണ വഴിക്ക് ഒരു പ്രൊജക്റ്റ് കൂടി വാളയാറിനടുത്ത് ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്, അവിടെ കയറണം. അതിനുശേഷം കോയമ്പത്തൂർ പോകണം. ഇതാണ് നമ്മുടെ സൈറ്റ്. ഇവിടെ നമ്മൾ റബർ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. റബർ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട് ഈ സൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാറ്ററൈറ്റ് ബോക്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നാണ്. പാലക്കാട് ലാറ്ററൈറ്റ് അത്ര അവൈലബിൾ അല്ലാത്തതുകൊണ്ട് മലപ്പുറത്ത് നിന്ന് നമ്മൾ കുറച്ചധികം കൂടുതൽ ക്യാഷ് മുടക്കി കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമുക്കൊരു ഫോമൽ ലിവിംഗ് റൂം ഇവിടെ വരുന്നുണ്ട്. ഇത് ചെറിയ വീടാണ്, 1350 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ്. 3 BHK ആണ്. ഒരു ബെഡ്റൂം അവിടെ ഉണ്ട്. ഇത് സ്റ്റെയർ ഏരിയ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഡൈനിങ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ വലിയൊരു പാറ്റോ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഔട്ട്ഡോർ പാറ്റോ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്യാൻ ഇന്റീരിയേഴ്സിൽ നമ്മൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്, അത് പുറത്തേക്ക് പോകുന്ന പുറവശത്തെ ഡോറാണ്. പിന്നെ വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം നമ്മൾ സ്പേഷ്യസ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ആയിട്ടൊരു ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ, ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു വീടാണ്, നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിന്റെ ഒരു പ്ലാനിങ് വീഡിയോ ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യാം. അതേപോലെ തന്നെ അപ്ഡേറ്റ് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ലിൻഡൽ കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് ക്യൂറിങ് നടക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഫസ്റ്റ് ഫ്ലോർ അല്ല, ഗ്രൗണ്ട് ഫ്ലോർ ലിൻഡലിന്റെ മുകളിലേക്കുള്ള മെസ്സി വർക്ക് ആണ് ഇനി അടുത്ത വർക്കായിട്ട് ഇവിടെ വരുന്നത്. അപ്പം എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ അല്ലേ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് വന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സൈറ്റ്. ഇനി വർക്ക് പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ്, ഇനി സൈറ്റ് വിസിറ്റൊക്കെ വരികയാണെങ്കിൽ വീഡിയോസ് ഇതേപോലെ ചെയ്യാം. അപ്പം ഇനി നമുക്ക് അടുത്ത സൈറ്റിലേക്ക് പോവാം. ഇനി നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള സൈറ്റ് പാലക്കാട് പുതുശ്ശേരിയിലുള്ള നമ്മുടെ ഒരു പ്രൊജക്റ്റാണ്. 3 BHK വീടാണ്. 2100 സ്ക്വയർ ഫീറ്റിൽ 3 BHK വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം ഒക്കെ ആയിട്ട് എല്ലാ ബെഡ്റൂംസ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇതാണ് നമ്മുടെ പുതുശ്ശേരിയിലെ സൈറ്റ്. 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 BHK വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം ആയിട്ട് 3 BHK വീടാണ്. അകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജാക്കിയൊക്കെ വെച്ചിട്ട് ഫുൾ കൺജസ്റ്റഡ് ആയി നിൽക്കുകയാണ്. കാരണം ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ സ്ലാബിൻ്റെ കോൺക്രീറ്റിങ് അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സോളിഡ് ബ്ലോക്സ് ആണ്, കോൺക്രീറ്റ് സോളിഡ് ബ്ലോക്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ
എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റുകളിൽ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴും കോൺക്രീറ്റ് സോളിഡ് ബ്ലോക്ക് ആയാലും ഇനി ലാറ്ററൈറ്റ് ആയാലും അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പ് വരുത്താറുണ്ട്. അതേപോലെ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് എടുത്തിട്ടുള്ള സോളിഡ് ബ്ലോക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൈറ്റിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനിത് മൊത്തത്തിൽ നോക്കി ചെക്ക് ചെയ്തിട്ട് ഞാൻ അടുത്ത സൈറ്റിലേക്ക് പോകും. അങ്ങനെ നമ്മൾ പുതുശ്ശേരി സൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കോയമ്പത്തൂർ നമ്മുടെ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂരിൽ നമ്മളെ പ്രോജക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റാണ്. 2.25 സെൻറ്റിൽ ഒരു 3 BHK വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ്, സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള എൻട്രി, പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ കാർ പാർക്കിംഗ് ഒക്കെ ഈ 2.25 സെൻറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള കൊടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇതിൻ്റെ പ്ലാനിങ് വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എടുത്ത് കാണാം. പിന്നെ നമ്മൾ ഇന്ന് 5 സൈറ്റുകൾ, അതായത് നമ്മുടെ ഹൗസ് വാമിംഗ് സൈറ്റ് അടക്കം 5 സൈറ്റിൽ നമ്മൾ വിസിറ്റ് ചെയ്തു. ഈ 5 സൈറ്റും തന്നെ പല സ്റ്റേജസിൽ വർക്ക് നടക്കുന്ന സൈറ്റുകളാണ്. എല്ലാം ഈ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത സൈറ്റുകളാണ് കൂടുതലും. എല്ലാം തന്നെ ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നത്, സ്ലാബ് കോൺക്രീറ്റ് നടക്കാൻ പോകുന്നതൊക്കെയാണ്. അപ്പോൾ ഇനി ഇതേപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇത് ഫർദർ ഡെവലപ്മെൻറ്റ്സും പ്രോഗ്രസ്സൊക്കെ തന്നെ വീഡിയോസായിട്ട് നമ്മുടെ ചാനലിലിടാം. കാണാൻ ആഗ്രഹമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും അനലൈസ് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. പാലക്കാട് ഏരിയയിലുള്ള നമ്മുടെ പ്രൊജക്റ്റുകളാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്തത്. നമുക്ക് കേരളത്തിൽ ത്രൂ ഔട്ട് മോസ്റ്റ്ലി എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് വർക്ക് ഉണ്ട്. ത്രൂ ഔട്ട് നമ്മളെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കുള്ള പ്രൊജക്ട്സ് ഞാൻ ഇതേപോലെ തന്നെ വീഡിയോസ് ആയിട്ട് ഇടുന്നതായിരിക്കും. നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് നടക്കുന്ന സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. പ്ലോട്ടിൻ്റെ ഏരിയ 2.25 സെൻറ്റാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. 3 BHK വീടാണ്. പ്രൊജക്റ്റ് നന്നായി വന്നിട്ടുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ട്. സ്ട്രക്ചർ വർക്ക്സ് ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി പ്ലാസ്റ്ററിംഗ് വർക്ക് ഉണ്ട്, ജോയിനറീസ്, ജനലും വാലൊക്കെ ഫിക്സ് ചെയ്യാനുണ്ട്. സ്റ്റീലിൽ നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ജോയിനറീസ് കസ്റ്റം മെയ്ഡ് സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസ് ഒക്കെയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. കുറച്ച് ലേറ്റായി ഇവിടെ എത്താനായിട്ട്, അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയേഴ്സ് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ ഇൻറ്റീരിയേഴ്സ് കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ. you